നമ്മുടെ ഇപ്പോഴത്തെ DGP ദർവേഷ് സാഹിബ് ഈ ജൂൺ 30 വിരമിക്കുകയാണ്. അപ്പോൾ അടുത്ത DGP ആരാ എന്നുള്ളൊരു ചോദ്യം ഇവിടെ നമ്മളെല്ലാം ഉറ്റുനോക്കുകയാണ്. കാരണം MR അജിത് കുമാറിനെ ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സ്വാഭാവികമായി ഇപ്പോൾ മുതിർന്ന IPS ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് പുരോഹിത്, ഒപ്പം MR അജിത് കുമാർ, ഇവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഈ അജിത് കുമാറിനെ അല്ലെങ്കിൽ മനോജ് എബ്രഹാമിനെ ആക്കാനായിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രിയം ഉള്ളത്. ഏതായാലും പിയേഴ്സൺ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, എനിക്ക് പൊതുവെ തോന്നുന്നതേ, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളിൽ എപ്പോഴും കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് തനിക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമാണ് പിണറായി വിജയൻ്റെതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ കാര്യത്തിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിട്ടേ നമ്മൾ വിലയിരുത്താൻ പാടുള്ളൂ. അതെ, കാരണം ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് അജിത് കുമാർ. അജിത് കുമാർ അതിഭീകര അഴിമതിക്കാരനാണ് എന്നാണ് അൻവർ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൊട്ടാരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് കേരള സമൂഹത്തോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളും ക്യാമറയ്ക്ക് ആയിട്ട് അവിടെ ചെല്ലുകയും അതിൻ്റെ പടമെടുക്കുകയും അതൊരു യാഥാർത്ഥ്യമാണെന്ന് സമൂഹം തിരിച്ചറിയുകയും ചെയ്തു. പക്ഷേ അത് കണക്കിൽപ്പെടാത്ത അനധികൃതമായിട്ടുള്ള കൊള്ളമുതലാണ് എന്ന് തെളിയിക്കുന്നതിൽ പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കുടുക്കിൽ അജിത് കുമാറിനെ എത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കറിയാം അജിത് കുമാർ ഇത്തരത്തിൽ പണം സമ്പാദിച്ചതൊക്കെ വളഞ്ഞ വഴികളിലൂടെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കാക്കി ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇതൊക്കെ അമാസികേറ്റുണ്ടാകാൻ സാധ്യത എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ. ഞാനും ഏതാണ്ടൊക്കെ കുറേ അങ്ങനെയൊക്കെ അത് കരുതുന്നുണ്ട്. മാത്രമല്ല, നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപെടലുകളിൽ ഓരോ കുഴപ്പങ്ങളിൽ നിന്നും പിണറായി വിജയൻ അജിത് കുമാറിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഒരു എമ്പുരാനെ പോലെ അദ്ദേഹം എല്ലാവരെയും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന് DGP ആകാനുള്ള തടസ്സങ്ങളെല്ലാം നീക്കിക്കൊടുത്തു. അതെ, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. രക്ഷകൻ പല രീതിയിൽ അവതരിക്കും. അപ്പോൾ തടസ്സങ്ങളൊക്കെ ആദ്യം തട്ടിമാറ്റി അജിത് കുമാറിന് കൃത്യമായിട്ട് മുന്നോട്ട് ഈ ചതുരംഗ കളത്തിലെ ഒരു കരു നീക്കുന്ന പോലെ കൃത്യമായിട്ട് നീക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 ചോയ്സ് മുന്നിലുണ്ട്. ഒന്ന് അജിത് കുമാർ, മറ്റൊന്ന് പിന്നെ സൂചിപ്പിച്ചതുപോലെ മനോജ് എബ്രഹാം ആകാൻ വേണ്ടത്. കാരണം പിണറായി വിജയന് വ്യക്തിപരമായിട്ട് കൂടുതൽ അടുപ്പമുള്ളതും പിണറായി വിജയൻ പറയുന്നത് അല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാത്തതായിട്ടുള്ള 2 ഉദ്യോഗസ്ഥരാണിവർ എന്ന് നമുക്ക് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൽ തീർച്ചയായിട്ടും അജിത് കുമാറിൻ്റെ സാധ്യത നമ്മൾ ആദ്യമായിട്ട് വെക്കുക. രണ്ടാമത് മനോജ് എബ്രഹാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ അജിത് കുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സഹായം ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ PV അൻവറൊക്കെ ഉന്നയിക്കുകയുണ്ടായി. PV അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ മണിക്കൂറുകളോളം നീണ്ടു നിന്നു. അപ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന പോലെയാണ് നമ്മളതിനെല്ലാം നോക്കിക്കണ്ടത്. പക്ഷേ അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവസാനം ഈ PV അൻവർ ഒരു തൃണമൂലിലേക്ക് പോയി ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. MR അജിത് കുമാർ ആകട്ടെ സർവ്വ സൈന്യാധിപനെ പോലെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കില്ലാത്ത ധാർഷ്ട്യമാണ് ഈ MR അജിത് കുമാറിന്. നമ്മൾ പല വാർത്താ സമ്മേളനങ്ങളും കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി MR അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ സംബന്ധിച്ചും പല കാര്യങ്ങളും പല രഹസ്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അത് മുഖ്യമന്ത്രിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പിണക്കാൻ കഴിയാത്തത്. സ്വാഭാവികമായും എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും നീക്കി MR അജിത് കുമാറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളുമല്ലേ കാണുന്നത്? അല്ല, നമ്മളതിനകത്ത് അൻവറിൻ്റെ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളൊന്നും അൻവറിന് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ആ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ കേരള സമൂഹം ഞെട്ടി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അതൊരിക്കൽ പോലും തെളിയിക്കാനോ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസ് നൽകാനോ അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് അൻവർ ഇങ്ങനെ വളരെ ചെറിയ ഒരു കുഴിയാനെ പോലെയായി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊക്കെ ഇപ്പം ഉണ്ട് എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ശരിപ്പെടുത്തലാണ് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഈ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവണമായി. എന്നുവെച്ചാൽ അൻവർ ക്രെഡിബിളാണോ എന്ന് നമുക്ക് തോന്നണമായിരുന്നെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ നിരത്തി അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വിട്ട് ഇന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ അത് അദ്ദേഹം വെച്ചിരുന്നെങ്കിൽ
പിണറായി വിജയൻ പണ്ടേ തന്നെ തലകുത്തി വീഴുമായിരുന്നു എന്നുള്ള കാര്യം തർക്കമില്ല. മാത്രമല്ല അജിത് കുമാറിനെ ഈ രീതിയിൽ അദ്ദേഹത്തിന് ഊരിക്കൊണ്ടു നടക്കാനും കഴിയുമായിരുന്നില്ല. പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അജിത് കുമാറിൻ്റെ ഈ അഹന്തയും അദ്ദേഹത്തിൻ്റെ ഈ ധിക്കാരപരമായിട്ടുള്ള ധാർഷ്ട്യമൊക്കെ ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ അദ്ദേഹം നിൽക്കുന്ന സ്റ്റാൻഡിൽ അദ്ദേഹത്തിന് നിൽക്കാനും അദ്ദേഹത്തോടൊപ്പം അധികാരത്തിൽ നിർത്താനും കഴിയുന്ന ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ പലതരം ഇടപാടുകളുടെ രഹസ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ഒരു പൊസിഷൻ ഏതായാലും അജിത് കുമാർ എടുത്തിട്ടുണ്ട്. കാരണം എത്ര ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ തൃശ്ശൂർ പൂരം കലയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ ആരോപണം മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് CPM-നകത്ത് വല്ലാതെ കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും CPM-നെ പിടിച്ച് ഉലക്കുകയും ചെയ്തൊരു കാര്യമാണ്. CPM അതേപോലെ BJP-യും തമ്മിൽ ഉണ്ടാക്കിയ രഹസ്യധാരണ എന്നുവരെ പറയാവുന്ന രീതിയിലേക്ക് അത് മാറിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒന്നിനും തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അജിത് കുമാറും പിണറായി വിജയനും ഇങ്ങനെ നടന്നു വരുന്നതാണ്. കാരണം അവരുടെ ഒരു വിജയം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ആ ലക്ഷ്യബോധവും അവരുടെ പ്രവർത്തനവും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഈ DGP-യുടെ കാര്യത്തിൽ മറിച്ച് തീരാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. എങ്ങനെയല്ലേ തോന്നുന്നത്? തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഈ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ DGP നിയമനമെങ്കിൽ നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ ഇടം പിടിക്കും. വിരമിക്കാൻ 6 മാസം ബാക്കിയുള്ളവരാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക. സ്വാഭാവികമായും അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ല, ആ സാധ്യതകളൊക്കെ ഉണ്ട്. ഈ സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നായിരിക്കും ഭരണകൂടം എപ്പോഴും അന്വേഷിക്കും. കാരണം സ്വാഭാവികമായിട്ട് ഈ ഇവരുടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ നമ്മൾ ഈ തരത്തിലുള്ള ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ പ്രസക്തി ഉണ്ടായിത്തീരുകയും ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുകയും കുറെ കഴിയുന്ന സമയത്ത് നമ്മളുടെ നിഗമനങ്ങൾ ഒരുപക്ഷെ ശരിയായി തീരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയാണ്. കാരണം ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി എപ്പോഴും വലിയ രഹസ്യങ്ങളുടെ പുകമറകൾ ഉണ്ടാവും. അതൊക്കെ സൂക്ഷിക്കുക. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, പിണറായി വിജയൻ പുറത്ത് ഈ രാജ്യത്തിന് പുറത്തേക്കൊക്കെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാവാം. ആ വിഷയങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം നൽകുന്നതിൽ അജിത് കുമാർ ഒന്നാം സ്ഥാനത്ത് തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷൻ നമ്മൾ പരിശോധിച്ചാൽ സാധ്യത ഇവരിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇനി സീനിയോറിറ്റിയൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലേക്ക് കാരണം വലിയ ചർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളൊക്കെ നോക്കിയിട്ടല്ലോ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതെ. ഈ അനധികൃത സ്വത്ത് സംഭാവനവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ കുറ്റവിമുക്തനാക്കി ഈ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ച സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളവും അത് സംബന്ധിച്ച് അദ്ദേഹങ്ങളുടെ ഒരു സ്വത്ത് വിവരമൊക്കെ ഒരു ഏകദേശം കണക്ക് നമുക്കുണ്ട്. പക്ഷേ ഈ കവടിയാറിൽ ഉയരുന്ന ഈ കൊട്ടാര സമാനമായ ഈ ഒരു കെട്ടിടം, ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന, ഇപ്പോൾ തെളിവുകൾ സമർപ്പിക്കാൻ അൻവറിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ക്ലീൻ ചിറ്റൊക്കെ കൊടുക്കുമ്പോൾ അത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ അത്രയധികം സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ അതൊക്കെ? അല്ല, കവടിയാർ കൊട്ടാരം ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അതിനെതിരെ ഒരു ഡോക്യുമെൻറ്റും ആർക്കും അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ കേസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തരത്തിലും അജിത് കുമാറിന് കുഴപ്പമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ശരിയാണ്, പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഈ കാക്കി ഇട്ട ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഈ കവടിയാർ പോലെയുള്ള സ്ഥലത്ത് ഇതേപോലുള്ള ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്, എങ്ങനെ അദ്ദേഹത്തിന് പണം വരുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സംശയം പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞു എന്നതിനപ്പുറം അത് സ്ഥാപിച്ചെടുക്കാനോ ഈ അജിത് കുമാറിനെ അവിടെ നിന്ന് പുറത്താക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കേരള യാഥാർത്ഥ്യമാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും MR അജിത് കുമാറാണോ അടുത്ത DGP? അതെ, കാരണം അജിത് കുമാർ തന്നെ വരുമ്പോൾ അത് അതുവരെ ഉണ്ടായിരുന്ന ഈ പ്രതിഷേധങ്ങളുടെയും അതേപോലെ തന്നെ വിമർശനങ്ങളുടെയും ഒക്കെ വല്ലാതെ ഒടിഞ്ഞു പോകുമെന്നുള്ളതാണ് പ്രശ്നം.